വധശിക്ഷ ലഭിച്ച സനയിലെ ജയിലിൽ കഴിയുന്ന എറണാകുളം സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിനായി അമ്മ പ്രേമകുമാരി നാളെ യമനിലേക്ക് പോകും. മുംബൈ വഴിയാണ് യാത്ര. മകളെ കാണണം, കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കണം എന്നും പ്രേമകുമാരി ജനം ടിവിയോട് പറഞ്ഞു. രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ ലഭിച്ച് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി വഴിയൊരുങ്ങുകയാണ്. ചർച്ചകൾക്ക് വേണ്ടിയിട്ട് അമ്മ പ്രേമകുമാരി നാളെ യമനിലേക്ക് പോകും. നിമിഷപ്രിയയുടെ അമ്മ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് യാത്രയുടെ ക്രമീകരണങ്ങളൊക്കെ? രാവിലെ 5 മണിക്കാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബോംബെയിലേക്കുള്ള യാത്ര. ബോംബെയിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് എന്നാണ് ഞാൻ അറിഞ്ഞത്. നിമിഷയെ കാണാനാകുമെന്നൊരു പ്രതീക്ഷയില്ലേ? തീർച്ചയായിട്ടും നിമിഷയെ കാണാനാണ് കോടതി എനിക്ക് അനുവാദം തന്നിരിക്കുന്നത്. തടസ്സങ്ങൾ മാത്രമൊക്കെ ആയിരുന്നു മുമ്പിൽ. ഒത്തിരി കഷ്ടപ്പെട്ടു. സംഘടനക്കാരും സാമൂല് ബ്രദറും ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. സഹമന്ത്രി മുരളീധരൻ സാറ്, കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവരും തന്നെ, എല്ലാ ബന്ധങ്ങളും കേരള സർക്കാരും എല്ലാവരുടെയും സഹായത്തോടുകൂടി അനുമതി കിട്ടി എന്നും പോകാനുള്ള സാധിച്ചു എന്നും രാത്രി പെട്ടെന്ന് അറിയുന്നു. സന്തോഷം കൊണ്ട് ചങ്ക് പൊട്ടുന്നു. അവിടെ ചെന്നതിന് ശേഷം യമൻ കുടുംബത്തോട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? സഹോദരൻ്റെ കുടുംബത്തോടും അവിടുത്തെ ജനങ്ങളോട്, ജയിലിൽ സംരക്ഷിച്ച് എൻ്റെ മോളെ വെച്ചിട്ടുള്ള ജയിലിൽ അധികൃതരോടും അവൾക്ക് സഹായം ചെയ്യുന്ന പോലീസുകാരികളോടും എല്ലാവരോടും ഞാൻ ഒത്തിരി കടപ്പെട്ടു. നന്ദി പറയാൻ എൻ്റെ ജീവിതം പോരാ. അവരോട് ഞാൻ മാപ്പ് ചോദിക്കാനായിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കൊച്ച് മേരിയമ്മ എന്നാ പോണ്, മേരിയമ്മ പോയി മമ്മിനെ കൊണ്ടുവരും പറഞ്ഞ് പ്രതീക്ഷയോടായി അവൾ ഇരിക്കുന്നു. കോഴിക്കോട് അബ്ദുറഹീമിന് മോചനത്തിനുള്ള സാധ്യതകളൊക്കെ ഒരുങ്ങി. അതൊരു പ്രതീക്ഷ നൽകുന്നില്ലേ? തീർച്ചയായിട്ടും. അതിനോടൊപ്പം നിമിഷയുടെ കാര്യത്തിലും അവരായിട്ട് എല്ലാവരും അന്വേഷിക്കാനും പറയാനുമായിട്ട് എന്നെ തേടി വരുമായിരുന്നല്ലോ. 18 വർഷമൊക്കെ ആ ഉമ്മാൻ്റെ കണ്ണീര് എൻ്റെ മുമ്പിലൊന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും ശരിയത്ത് നിയമപ്രകാരം യമൻ പൗരന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. ശുഭകരമായ വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ക്യാമറാമാൻ രാജേഷ് കെ ആറിനൊപ്പം രേഷ്മ ബാബു, ജനം, കൊച്ചി.